വില്യം ഷേക്സ്പിയർ മാക്ബെത്ത് നാടകത്തിൻ്റെ നോവൽ രൂപാന്തരം എം.കെ. ഗംഗാധരൻ. വില്യം ഷേക്സ്പിയർ വിശ്വമാനവികതയുടെ വക്താവായി വാഴ്ത്തപ്പെട്ട മഹാകവി. ഷേക്സ്പിയറിൻ്റെ ജീവചരിത്രത്തിന് അതർഹിക്കുന്ന വ്യക്തതയും വിശ്വാസ്യതയും കൈവന്നിട്ടില്ല. സമകാലികരിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും നല്ല സ്തുതിയാണ് കവിയും നാടകകൃത്തുമായ ബെൻ ജോൺസന്റെ കവിത. ആ കവിതയുടെ തർജ്ജമ ഇങ്ങനെ: കാലത്തിൻ്റെ ആത്മാവേ, ഞങ്ങളുടെ അരങ്ങിൻ്റെ അത്ഭുതമേ, ആനന്ദമേ, എൻ്റെ ഷേക്സ്പിയർ ഉണരൂ. കവിത അവസാനിക്കുന്നത് ഇങ്ങനെ: അദ്ദേഹം ഒരു കാലത്തിൻ്റെയല്ല, എല്ലാ കാലത്തിൻ്റെയുമാകുന്നു. സമകാലികരിൽ നിന്നുണ്ടായ ആ കവിതയും മറ്റ് ചില പരാമർശങ്ങളുമാണ് ഷേക്സ്പിയർ എന്ന വ്യക്തിയുടെ അസ്തിത്വത്തിലേക്ക് വെളിച്ചം പകരുന്ന തെളിവുകൾ. ഷേക്സ്പിയർ എന്നത് മറ്റൊരു സാഹിത്യകാരൻ്റെ തൂലികാനാമമാണെന്നും അയാളാണ് നാടകങ്ങൾ എഴുതിയതെന്നും സ്ഥാപിക്കാൻ കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളിലും ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. സംശയങ്ങൾക്ക് കാരണം ഷേക്സ്പിയറിൻ്റെ അറിയപ്പെടുന്ന ജീവചരിത്രം അദ്ദേഹത്തെപ്പോലെ ഒരു പ്രതിഭാശാലിക്ക് യോജിക്കുന്നതല്ല എന്നതുതന്നെ. ഷേക്സ്പിയർ നാടകങ്ങളിൽ ഒളിഞ്ഞും തെളിഞ്ഞും കാണുന്ന പാണ്ഡിത്യത്തിൻ്റെയും അനുഭവജ്ഞാനത്തിൻ്റെയും ഉറവിടം സർവകലാശാലാ വിദ്യാഭ്യാസം ലഭിക്കാത്ത ഒരാളാണെന്ന് എങ്ങനെ വിശ്വസിക്കും? വിജ്ഞാനം എന്നാൽ അത് സർവകലാശാലകളിൽ നിന്നു മാത്രം ലഭിക്കുന്നതാണെന്ന് ധരിച്ചു പോയവർക്കാണ് അബദ്ധം പിണഞ്ഞത്. ഷേക്സ്പിയറിൻ്റെ സമകാലികരായിരുന്ന നാടകകൃത്തുക്കൾ ബെൻ ജോൺസൺ ഉൾപ്പെടെ പലരും ഓക്സ്ഫോർഡിലോ കേംബ്രിഡ്ജിലോ പഠിച്ച് ബിരുദമോ ബിരുദാനന്തര ബിരുദമോ എടുത്തവരായിരുന്നു. സർവകലാശാലാ പ്രതിഭകൾ എന്നറിയപ്പെടുന്നവരെ അവരെ പിന്നിലാക്കും